Hi, hello guys, welcome back to my YouTube channel. Welcome to another episode of Get Set Sail. The information provided regarding this cruise ship company is for general information purpose only and may not be completely accurate or up to date. Please verify all details directly with the cruise line before making any travel sources include website and social media post. So ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയാണെന്ന് നിങ്ങൾക്ക് എൻ്റെ തംബ്നെയിൽ കാണുമ്പോൾ മനസ്സിലാവും. അതെ ഗൈസ്, ശരിയാണ്. ഏത് ക്രൂസ് ലൈനാണ് വർക്ക് ചെയ്യാനായിട്ട് ബെസ്റ്റ്, അതിനെ പറ്റിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഗൈസ്. സോ ഇതിനുള്ള ഉത്തരം ഞാനൊരു 4 സെറ്റ് ആൻസേഴ്സ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. അതിനു മുന്നേ നമുക്ക് നോക്കാം ബെസ്റ്റ് ക്രൂസ് ഷിപ്പ് കമ്പനീസ് ഇൻ ദ വേൾഡ്. അതെ ഗൈസ്, കുറച്ച് കമ്പനികളെ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നമുക്കിവിടെ നോക്കാം. ടോപ്പ് 5 ക്രൂസ് ഷിപ്പ് കമ്പനീസ്. ഫസ്റ്റ് വൺ ഈസ് കാർണിവൽ കോർപ്പറേഷൻ. ദ സെക്കൻഡ് വൺ റോയൽ കരീബിയൻ ക്രൂസസ്. തേർഡ് വൺ നോർവീജിയൻ ക്രൂസ് ലൈൻസ്. ഫോർത്ത് MSC ക്രൂസസ് ആൻഡ് ദ ലാസ്റ്റ് വൺ വൈക്കിംഗ് ക്രൂസസ്. ഇത് മാത്രമല്ല സം കമ്പനീസ് ലൈക്ക് റേജൻറ്റ്, സീബോൺ, ഡിസ്നി, ആ കമ്പനീസൊക്കെ ബെസ്റ്റാണ്. പക്ഷേ ഈ 5 കമ്പനീസാണ് ടോപ്പ് 5 എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കാർണിവൽ കോർപ്പറേഷൻ്റെ അണ്ടറിൽ വരുന്ന ഷിപ്പുകളാണ് കാർണിവൽ, പ്രിൻസസ്, കോസ്റ്റ, പിയാനോ, ഹോളണ്ട് അമേരിക്ക ആൻഡ് കുണാർഡ്. റോയൽ കരീബിയൻ്റെ അണ്ടറിൽ വരുന്നത് റോയൽ കരീബിയൻ ഇൻ്റർനാഷണൽ, സെലിബ്രിറ്റി, സിൽവർ സീസ്, TUI, ഹാപ്പഗ്ലിയോഡ് ക്രൂസ്. ആൻഡ് NCLൻ്റെ അണ്ടറിൽ വരുന്നത് ഓഷ്യൻ ആൻഡ് റേജൻറ്റ് ക്രൂയിസാണ്. MSCയിൽ വരുന്നത് MSC ക്രൂസസും എക്സ്പ്ലോറയുമാണ്. ദ ലാസ്റ്റ് വൈക്കിങ്സിൽ വരുന്നത് വൈക്കിംഗ്, ഓഷ്യൻ ക്രൂസസ് ആൻഡ് റിവർ ക്രൂസസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഏത് ക്രൂസ് ലൈനാണ് വർക്ക് ചെയ്യാനായിട്ട് ബെസ്റ്റ്? അത് ഒരു 4 സെറ്റ് ആൻസേഴ്സ് ആയിട്ട് ഞാൻ പറയാം. അതിലൊന്നാമത്തത്, ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഒരു ക്രൂസ് ലൈനിൽ അറ്റംപ്റ്റ് ചെയ്യുന്നത്, അതില്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസി ആയിരിക്കരുത്. അതായത് ഞാൻ ഈ കമ്പനിയിൽ പോവും, അതൊരു ചെറിയ ഷിപ്പെന്നോ വലിയ ഷിപ്പെന്നോ കണക്കാക്കരുത്. ഇന്ന കമ്പനിയാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ പിക്ക് ആകരുത്, ചൂസ് ആകരുത്. എവിടെയുള്ള ഷിപ്പായാലും ഏത് ഷിപ്പായാലും എവിടെയാണ് നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് അവിടെ കയറിക്കൊള്ളണം. ആ കമ്പനിയിൽ പോയി അപ്ലൈ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. സോ രണ്ടാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ക്രൂയിസിംഗ് ആണ്. അതായത് ഏത് ഷിപ്പ് ഏത് ക്രൂയിസിംഗ് ആണ് ചെയ്യുന്നത് എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതായത് ചില ഷിപ്പ് ഏഷ്യൻ ക്രൂസിംഗ് ചെയ്യും, മെഡിറ്ററേനിയൻ ക്രൂസിംഗ് ചെയ്യും, യൂറോപ്യൻ ക്രൂസിംഗ് ചെയ്യും, നോർവീജിയൻ ക്രൂസിംഗ് ചെയ്യും, US ക്രൂസിംഗ് ചെയ്യും, കരീബിയൻ ക്രൂസിംഗ് ചെയ്യും. അതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടം അത് തിരഞ്ഞെടുത്ത് അതിലേക്ക് അപ്ലൈ ചെയ്യുക. ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് അറിയേണ്ട കാര്യം സാലറി. ചില കമ്പനികൾ നല്ല സാലറി നമുക്ക് ഓഫർ ചെയ്യും. അത് ഏതൊക്കെ കമ്പനികളാണെന്ന് നമ്മുടെ ഫ്രണ്ട്സിനടുത്തോ കൊളീഗ്സിനടുത്തോ അന്വേഷിച്ചറിഞ്ഞ് ആ കമ്പനികളിൽ പോയി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് 3 പോയിൻറ്റ്സിനപ്പുറമേ എല്ലാം കമ്പനി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ആ കമ്പനിയിലെ മാനേജേഴ്സ് അല്ലെങ്കിൽ സുപ്പീരിയേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ്, ഇതൊക്കെയും ബേസ് ചെയ്തിട്ടിരിക്കും കമ്പനി നല്ലതാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നിങ്ങളുടെ എക്സ്പെക്റ്റേഷനിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പനിയിൽ തുടരാമെന്നുള്ളതാണ്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഇതിനെല്ലാത്തിനും പുറമെ നിങ്ങളൊരു ഫസ്റ്റ് ടൈമാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കരുത്. ഏത് കമ്പനിയിൽ ജോലി കിട്ടുമോ അവിടെ പോയി അപ്ലൈ ചെയ്യുക. ഏത് കമ്പനിയിലാണ് കൂടുതൽ സാധ്യത, ജോലി കിട്ടാൻ കൂടുതൽ സാധ്യത, അവിടെ പോയി അപ്ലൈ ചെയ്യുക. അതും ജെന്യുവിൻ ആയിട്ടുള്ള ഏജൻസീസ് ത്രൂ അല്ലെങ്കിൽ ഡയറക്റ്റ് കമ്പനി ത്രൂ അപ്ലൈ ചെയ്യുക. ഇത്രയുമുള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിൽ. സോ ഇക്കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി റിസർച്ച് ചെയ്ത് നല്ല കമ്പനികളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുകയാണ്. എനിക്കെന്ന് വെച്ചാൽ 2 കമ്പനിയിൽ നിന്നും ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് സാലറിയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഒന്ന് സെലക്ട് ചെയ്തത്. സോ എല്ലാ കമ്പനീസും നല്ലതാണ്, പക്ഷെ അതിനെപ്പറ്റി എക്സ്പീരിയൻസ് ചെയ്യണം നമ്മൾ. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. സോ ഈ വീഡിയോ ക്രൂസ് ഷിപ്പിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.